തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിശകലനങ്ങളും എല്ലാ മാധ്യമങ്ങളിലും പൊടിപൊടിക്കുകയാണ്. വിശകലനങ്ങൾ പലതരത്തിലുണ്ടാകാം. ഓരോ മാധ്യമത്തിൻ്റെയും മാധ്യമ പ്രവർത്തകൻ്റെയും താല്പര്യങ്ങളനുസരിച്ച്, കാഴ്ചപ്പാടനുസരിച്ച് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിൽ വിശകലനങ്ങൾ നടത്താം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, UDF ജയിക്കണം എന്നാഗ്രഹിച്ചൊരു വിശകലനം നടത്തുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് വിശകലനം വേണം നടത്താം. മറിച്ച് LDFന് വേണ്ടിയാണെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം നടത്താം. എന്നാൽ നിഷ്പക്ഷമായ ഒരു വിശകലനം നടത്താൻ ഉള്ള ഏറ്റവും നല്ല വേദിയായി ഞങ്ങൾ കണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളും റിലേറ്റീവായിട്ട് കിട്ടിയ വോട്ടുകളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സമയത്തെ വോട്ടുകളും താരതമ്യപ്പെടുത്തിയാണ് ഞങ്ങളുടെ വിശകലനങ്ങളെത്തുന്നത്. ഇവിടെ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് സെൻസിറ്റീവ് അല്ലെ ഹോട്ട്സ്പോട്ട് എന്നൊക്കെ നമ്മൾ ഭംഗിവാക്ക് പറയാറുള്ള പ്രധാനപ്പെട്ട 2 നിയോജകമണ്ഡലങ്ങളെക്കുറിച്ചാണ്. ഒരിടത്ത് മത്സരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മറ്റൊരിടത്ത് മത്സരിക്കാറുള്ളത് മുഖ്യമന്ത്രിയുടെ മരുമകൻ അല്ലെങ്കിൽ ഭാവി മുഖ്യമന്ത്രി എന്നുവരെ ഒരു കാലത്ത് വിശേഷിക്കപ്പെട്ടിരുന്ന റിയാസ് മന്ത്രിയുമാണ്, മുഹമ്മദ് റിയാസുമാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇന്ന് CPMൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ഒന്ന് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അതിങ്ങനെ കിടക്കുകയാണ്. അതുകൂടാതെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. ക്രൗഡ് പുള്ളറായ ലീഡർഷിപ്പില്ല. പിണറായി വിജയൻ ഒരു മാനേജറാണ്, മറിച്ച് ജനങ്ങളെ ആകർഷിക്കാനോ ആവേശം കൊള്ളിക്കാനോ പിണറായി വിജയൻ്റെ കയ്യിൽ ഒന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ CPMന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ജനങ്ങളെ ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കാൻ പറ്റുന്നൊരു ശബ്ദമുണ്ടായിരുന്നു, ഒരു രൂപം ഉണ്ടായിരുന്നു. അത് മാറ്റാരുടെയുമായിരുന്നില്ല, അച്യുതാനന്ദൻ്റെതായിരുന്നു. അച്യുതാനന്ദൻ ഇല്ലാത്ത പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആരെയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല, ഒരു കൊള്ളാവുന്ന നേതാവില്ല. ആ രീതിയിൽ ഇവിടെ നിന്ന് പിണറായി വിജയൻ്റെ ബാധ്യതകൾ കൂടുതലാണ്. കേരളം മുഴുവനുള്ള 140 നിയോജക മണ്ഡലങ്ങളിലും പോവുകയും അവിടെയുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള ബാധ്യത പിണറായി വിജയൻ്റെ മാത്രം ചുമലിലായി. നാളെ MA ബേബി പ്രസംഗിച്ചാലോ, MB ഗോവിന്ദൻ പ്രസംഗിച്ചാലോ, അതോ വിജയരാഘവൻ പ്രസംഗിച്ചാലോ, AK ബാലൻ പ്രസംഗിച്ചാലോ, മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചാലോ, AR റഹീം പ്രസംഗിച്ചാലോ ജനങ്ങളിൽ യാതൊരു ചലനവും ഉണ്ടാക്കാൻ പറ്റില്ല. ആകെ എന്തെങ്കിലും ജനങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവ് എന്ന് പറഞ്ഞ ഒറ്റയാളേ ഉള്ളൂ പിണറായി വിജയൻ. അതങ്ങനെ ആക്കി എടുത്തതാണ്. പാർട്ടി ആ രീതിയിൽ ഏകശിലാരൂപത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ദൗർബല്യമാണ് ഇപ്പോൾ CPM അനുഭവിക്കുന്നത്. സംഘടന ഇല്ലാതെ പോയി. സംഘടനയുണ്ട്, സംഘടന സ്കെലിറ്റൻ മാത്രമായി. അതിന് ആത്മാവില്ല, ചൈതന്യമില്ല, ശക്തിയില്ല. അപ്പോൾ ജൈവാവസ്ഥയിലുള്ള സംഘടനയല്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാരം മുഴുവൻ കൂടെ താങ്ങേണ്ടി വരുന്നവരാ പിണറായി വിജയൻ. സാധാരണഗതിയിൽ പിണറായി വിജയൻ ധർമ്മടത്ത് നോമിനേഷൻ കൊടുത്തിട്ട് മറ്റ് സ്ഥലങ്ങളിലെല്ലാം പ്രചരണത്തിന് പോകാം. അതായിരുന്നു കഴിഞ്ഞ കാലത്തെ പതിവ്. പക്ഷേ ഇത്തവണ 50,000-ലധികം വോട്ടിന് ജയിച്ച പിണറായി വിജയൻ ധർമ്മടത്ത് പ്രതീക്ഷിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണെന്നറിയുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെടാനാണ് സാധ്യത. ഇപ്പോൾ കിട്ടിയ നമുക്ക് ചിന്തിക്കാവുന്ന അറിവുകൾ വെച്ച്, അല്ലെങ്കിൽ ലഭ്യമായ അറിവുകൾ വെച്ച് പറയാവുന്നത്, കോൺഗ്രസിൻ്റെ 2 സ്ഥാനാർത്ഥികൾ പിണറായി വിജയൻ്റെ ഉറക്കം കെടുത്താൻ പര്യാപ്തരാണ്. ഒന്ന് K. സുധാകരൻ MPയും 2 മറ്റൊരു MP ആയ ഷാഫി പറമ്പിലും. ഇവരാരെങ്കിലുമാണ് ധർമ്മടത്ത് മത്സരിക്കുന്നെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ ധർമ്മടം ഒരു ബാലികാറാമലയാവും, അല്ലെങ്കിൽ തകർന്ന താഴെ വീഴാം. സുധാകരൻ്റെ ഒരു പോരാട്ട വീര്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സുധാകരൻ്റെ പോരാട്ട വീര്യമാണ് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്തത്. കണ്ണൂർ പാർലമെൻറ്റ് ജയിക്കാൻ തുടർച്ചയായിട്ട് പറ്റുന്നു, അപ്പുറത്ത് കാസർഗോഡ് ജയിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത് സുധാകരൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ ഫലമാണ്. മാത്രമല്ല, സുധാകരനെ പോലെ തന്നെ ഇപ്പോൾ CPMന് മലബാറിൽ വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലാണ്. മുൻപ് കോൺഗ്രസിന് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം രാഘവൻ കണ്ണൂരിൽ നിന്ന് പോയി കോഴിക്കോട് നിന്നാണ് ജയിക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം, ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം ഭയങ്കരമാണ്. ഒന്ന്, വടകര TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നതിൻ്റെ ഫലം ജനങ്ങളുടെ പ്രതിഷേധവും പ്രതികാരവും ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഷാഫിയുടെ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ വിജയം കാണിക്കുന്നത്. ഷാഫിക്ക് നന്നായിട്ട് മുതലെടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഷാഫിയാണ് ധർമ്മടത്ത് മത്സരിക്കാൻ വരുന്നതെങ്കിൽ പിണറായി വിജയൻ എന്ത് ചെയ്യും? പിണറായി വിജയൻ അവിടെ വിട്ടു പോകാൻ പറ്റില്ല. 24 മണിക്കൂറും 24/7 ധർമ്മടത്ത് നനങ്ങാൻ പിണറായി വിജയന് പറ്റാതെ വരും. അല്ലെങ്കിൽ പഴയ പോലെ കേന്ദ്രത്തിൻ്റെയും മോഡിയുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ ഇലക്ഷൻ അട്ടിമറി നടത്തേണ്ടി വരും. കണ്ണൂർ ഇലക്ഷൻ അട്ടിമറി വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കള്ളവോട്ടാകാം, മറ്റുള്ളവർ വോട്ട് ചെയ്യാതിരിക്കുന്നില്ല, പലതരത്തിലാകാം. അങ്ങനെ ഒരു അട്ടിമറിക്ക് പൂർണ്ണ സാധ്യതയില്ലെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ ധർമ്മടത്തു നിന്ന് മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കുകയും മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ പോവുകയും ചെയ്യും. ഇവിടെ വേറൊരു വശം കാണേണ്ടത്, പിണറായി വിജയന് മത്സരിക്കാൻ എതിരാളിയായിട്ട് വരുന്നവർ പ്രശ്നമാണെങ്കിൽ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രശ്നമാണെങ്കിൽ, ഇപ്പുറത്ത് മുഹമ്മദ് റിയാസിനെയും കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു അപകടമാണ്. മുഹമ്മദ് റിയാസിനെ കാത്തിരിക്കുന്നത്, ബേപ്പൂർ കാത്തിരിക്കുന്നത്, സഷൽ അൻവർ, നിലമ്പൂരിലെ കിങ് മേക്കറായിരുന്ന അൻവർ
ഇവിടെ രംഗത്ത് വരികയാണ്. ആർക്കെതിരെ? മുഹമ്മദ് റിയാസിനെതിരെ രംഗത്ത് വരികയാണ്. ഇവിടെ KT ജലീൽ കുഞ്ഞാലിക്കുട്ടിയെ ഓടിച്ചിട്ട് മത്സരിച്ച കാര്യം നമ്മൾ ഓർക്കുന്നില്ലേ? അതുപോലെ റിയാസ് എവിടെ മത്സരിച്ചാലും അവിടെ മത്സരിക്കും എന്നാണ് അൻവർ പറയുന്നത്. അൻവറിനെ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. കാരണം അൻവറിൻ്റെ തിന്മകളെക്കുറിച്ച് പറയാനല്ല, അൻവറിൻ്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് പറയാനാണ് ശ്രമിക്കുന്നത്. അൻവർ ഒരു പോരാളിയാണ്. ആ പോരാളി നാളെ റിയാസിനെ കീഴ്പ്പെടുത്തുവാൻ പറ്റുന്ന ബലവാനാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ബേപ്പൂർ സെക്ഷൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1500-ൽ താഴെ വന്നു, 1340-ലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താ? വേണമെങ്കിൽ റിയാസും തോറ്റുപോകാം. ആകെ സഹായിക്കാനുള്ള അമ്മായിയപ്പനാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയനെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിണറായി വിജയനും. എന്ത് ചെയ്യും? കോഴിക്കോടും കണ്ണൂരും ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ മുഴുവൻ സൂചിക, വടക്കേ മലബാറിൽ ഉണ്ടാകുന്ന ഇന്നലെ വരെ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പുതിയ സൂചിക, പുതിയ കഥകൾ, പുതിയ ചരിത്രം എഴുതി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എങ്ങനെയാണ് UDFൻ്റെയും LDFൻ്റെയും ഗ്രാഫുകൾ മാറുന്നത്? ആദ്യം ഞാൻ പറഞ്ഞു, അച്യുതാനന്ദൻ ഇല്ലാത്ത ഇലക്ഷൻ. ആരാണ് ഇവർക്ക് വേണ്ടി പ്രസംഗിക്കാൻ പ്രചരണത്തിന് വരുന്നത്? ഇവരുടെ മീറ്റിങ്ങുകൾ ഇപ്പോൾ തന്നെ ആളിൽ സൃഷ്ടിച്ച മീറ്റിംഗാണ്. ഇവർ ജാഥകൾ തുടങ്ങുമെന്ന് നമുക്കറിയാം. നിർബന്ധിക്കപ്പെടുന്ന ജാഥ. എന്ത് സംഭവിക്കും ജാഥയിൽ? മാത്രമല്ല LDFും UDFും അതേ രീതിയിൽ കാണുമോ? LDFിലെ UDFിലെ നേതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം ഉണ്ടാവുമോ? കാലുമാറ്റം ഉണ്ടാവുമോ? കഴിഞ്ഞ പ്രാവശ്യം KV തോമസ്, സരിനെ തുടങ്ങിയ ആൾക്കാർ UDFിൽ നിന്നും LDFിലേക്ക് വന്നു, എന്നിട്ടും പ്രയോജനം കിട്ടിയോ? PC ചാക്കോ വന്നു, പ്രയോജനം കിട്ടിയോ? ജോസ് കെ മാണി മൊത്തത്തിൽ വന്നു, എന്നിട്ടും പ്രയോജനം കിട്ടിയോ? പാർലമെൻറ്റ് ഇലക്ഷൻ മൊത്തം പോയില്ലേ? അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ മാത്രം പ്രതീക്ഷിച്ചിരിക്കേണ്ട, കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജനാധിപത്യ മതേതരത്വ ശക്തികളുടെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒന്ന് പ്രതീക്ഷിക്കാം, ഇവിടെ തീവാർന്ന പോരാട്ടം എന്ന് നമ്മൾ ഭംഗിവാക്കല്ല പറയുന്നത്, നിലനിൽപ്പിൻ്റെ പോരാട്ടമാണിത്. അടിപ്പെട്ടാൽ, പിണറായി വിജയനും റിയാസും അടിപ്പെട്ടാൽ പിന്നെ CPMൻ്റെ മറ്റൊരു ചരിത്രം തുടങ്ങുകയാണ്. ഇവിടെ ജ്യോതിബാസുവിന് ശേഷമുള്ള ബംഗാൾ പോലെ പിണറായി വിജയന് ശേഷമുള്ള കേരളം പുതിയ കഥകൾ പറയും. ആ കഥകൾ കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം. തൽക്കാലത്തിൽ മാത്രം.